ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ വിരാട് കോഹ്ലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് അന്ധവിശ്വാസം കൂടുതലാണ് എന്നുള്ളതാണ്. വിരാട്, ഇത് സത്യമാണോ? ക്രിക്കറ്റ് മൈതാനത്തിൽ കയ്യിൽ താങ്കൾ ബ്ലാക്ക് റിസ്റ്റ് കെട്ടാറുണ്ട് ഓപ്പോസിറ്റിലുള്ളവർക്ക് കൂടോത്രം ചെയ്യാൻ വേണ്ടി. ഇല്ല സാർ, എനിക്ക് സൂപ്പർ പവറിലൊന്നും വിശ്വാസമില്ല. ഞാൻ ബ്ലാക്ക് റിസ്റ്റ് ബാൻഡ് ഇടുന്നത് ഞാൻ തുടക്കം മുതലേ ഇടുന്നത് കൊണ്ട് ഒരു ദിവസം ബ്ലൂ ഡ്രസ് ഉണ്ടാവും, ആ സമയത്ത് വൈറ്റ് ഇടാൻ പറ്റില്ല, കാരണം അത് വൈറ്റ് ബോൾ ആയതുകൊണ്ട്. ടെസ്റ്റ് മാച്ചിൽ ഡിഫറെൻറ്റ് ബോൾ അല്ലേ, അതായത് റെഡ് ബോൾ ആയതുകൊണ്ട് ഞാൻ വൈറ്റ് യൂസ് ചെയ്യും. ഞാൻ അത്രയ്ക്ക് സൂപ്പർസ്റ്റീഷ്യസ് അല്ല, പക്ഷേ ഇതിനു മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷേ അതുകൊണ്ടും പ്രഷർ കൂടും സാർ. നമ്മളത് വിശ്വസിച്ച് കളിച്ചുകൊണ്ടേയിരിക്കും സാർ. അത് വർക്കൗട്ടായില്ലെങ്കിൽ റൺസ് വരില്ലെന്ന് തോന്നിപ്പോകും സാർ. സോ എനിക്കിതിനു മുമ്പ് ഒരു വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ ആ വിശ്വാസം എനിക്കിപ്പോൾ ഇല്ലെന്ന് വേണം പറയാൻ. അത് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? ഒരു ദിവസം മുൻപ് താങ്കൾ നെറ്റ് മാച്ച് ചെയ്യാറില്ല, അതായത് വലിയ മാച്ചുകൾ തുടങ്ങുന്നതിന് മുൻപ്? ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷേ ഞാൻ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഒരുപാട് കളിക്കുമ്പോൾ പിന്നീട് നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുമെന്നതിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. മാച്ചിന് മുമ്പ് നമുക്ക് നെറ്റിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമുക്ക് തോന്നൂലേ? ചിലപ്പോഴൊക്കെ തോന്നൂല, പക്ഷെ മറ്റൊരു തവണ ത്രോഡും പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നും. അതിന് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്, പക്ഷേ ഇപ്പോഴൊന്നും ഇങ്ങനെ ആലോചിക്കാറില്ല. എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് താങ്കൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം നന്നായിട്ട് പെർഫോം ചെയ്ത കളികൾ? എനിക്ക് ഇംഗ്ലണ്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ലേ, അതിനുശേഷം എൻ്റെ മൈൻഡ് സെറ്റ് എൻ്റെ മൈൻഡ് സെറ്റ് അത്രയ്ക്ക് ശരിയായിരുന്നില്ല. അതായത് ഞാൻ വളരെ ലോ ആയി ഫീൽ ചെയ്തു. പിന്നെ ഇന്ത്യ വന്നതിന് ശേഷം എനിക്ക് ബാക്കിൽ ഇഞ്ചുറി ആവുകയും ചെയ്തു. സോ ഞാൻ 15 ഡേയ്സ് ബാംഗ്ലൂരിലായിരുന്നു. എപ്പോൾ നോക്കിയാലും ഒറ്റയ്ക്ക് ട്രെയിനിങ് ചെയ്യുമായിരുന്നു. എന്നെക്കൊണ്ട് ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഈ ബാക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ട്. പിന്നീട് ഞാൻ ഫിറ്റ് ആയതുകൊണ്ട് ഒരു തവണയും കൂടി സെലക്റ്റായി. ആ സീരീസ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു ബാഡ് ടൈമിന് ശേഷം കംബാക്ക് നൽകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ ആ സമയത്ത് ഫസ്റ്റ് മാച്ചിൽ റണ്ണടിച്ചു, ബാക്കിയുള്ള 3 കളിയിലും റണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എൻ്റെ മൂഡ് അല്പം ഡിപ്രസിംഗ് ആയിരുന്നു. പിന്നെ MS ധോണി എന്നെ വിളിച്ച് സംസാരിച്ചു. എൻ്റെ മൂഡ് ശരിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അദ്ദേഹം ചോദിച്ചു എന്താ പ്രശ്നമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മൈൻഡ് സെറ്റ് അത്രയ്ക്ക് ശരിയല്ല എന്നൊക്കെ. നീ ഒന്നിനെക്കുറിച്ചും ആലോചിക്കരുത്, നിന്റെ ശ്രദ്ധ മുഴുവനും കളിയിലായിരിക്കണമെന്ന്. സോ അന്ന് ഞങ്ങൾക്കത് ലാസ്റ്റ് മാച്ചായിരുന്നു, 1 ഡേ മാച്ച്. അന്ന് പുതിയ റിസ്റ്റ് ബാൻഡ്, പുതിയ ഗ്ലൗസ്, പുതിയ പാഡ്സ് എല്ലാം, അതായത് പുതിയ ബാഗ്സ്. ഒരു പ്രാക്ടീസും ചെയ്ത് നേരെ പോയി മാച്ചിൽ സെഞ്ചുറി അടിച്ചു. സോ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഞാൻ നിർത്തുകയും ചെയ്തു. ഇതുകൊണ്ട് ഒരു യൂസിലെന്ന് ഞാൻ അറിഞ്ഞു. സോ ആ കളികൾക്ക് ശേഷം താങ്കളുടെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം ഇല്ലാതെയായി, അതായത് വെസ്റ്റ് ഇൻഡീസ് കളിക്ക് ശേഷം. പലരും പറയാറുണ്ട് ഒരുപക്ഷെ ബാറ്റ് കൊണ്ടോ ഗ്ലൗസ് കൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് രോഹിത് ശർമ്മയ്ക്കും കൊടുക്കണം, അദ്ദേഹം നന്നായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ലെന്ന്. ഇല്ല സാർ, ഞാൻ പറഞ്ഞതുപോലെ സൂപ്പർസ്റ്റിഷനിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമല്ല. അതുമാത്രമല്ല, ഒന്നും നടക്കാൻ പോകുന്നുമില്ല. പക്ഷേ ഇക്കാര്യവും ഞാൻ കേട്ടിരുന്നു, അതായത് സച്ചിൻ തെണ്ടുൽക്കർ എപ്പോഴും റൈറ്റ് പാഡാണ് ആദ്യം കെട്ടുന്നതെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതെ സാർ, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ല. അതായത് അദ്ദേഹം ഏത് പാഡായിട്ടിട്ടുണ്ടാവുക, അത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. അതിനെ സൂപ്പർസ്റ്റിഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നത്. അതായത് നമ്മളത് തുടക്കം മുതലേ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അതൊരു ശീലമായി മാറിയേക്കും സാർ. സാർ, നിങ്ങൾക്ക് ടെസ്റ്റ് മാച്ച് കൂടുതൽ കളിക്കാനാണോ ഇഷ്ടം, അതല്ല T20 കൂടുതൽ കളിക്കാനാണോ? എനിക്ക് പേഴ്സണലി ഇഷ്ടം കൂടുതൽ ടെസ്റ്റ് മാച്ച് ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ T20 ആയിരിക്കും വളരെ ഇഷ്ടമുള്ളതല്ലേ? ഇത് എനിക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയും. പക്ഷേ ആസ് എ ക്രിക്കറ്റർ പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ, ടെസ്റ്റ് മാച്ചിൽ പെർഫോം ചെയ്യുന്ന തൃപ്തി T20 1 ഡേ മാച്ചിലോ ഒരിക്കലും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതുവരെ പൂർത്തിയായില്ല. അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ T20 കളിക്കുന്നത് നന്നായിട്ടുണ്ടോ, അതോ IPL കളിക്കുന്നത് നന്നായിട്ടുണ്ടോ, അതോ ആക്ഷൻ ഉണ്ടോ? ആക്ച്യൂട്ട് എന്ന് വെച്ചാൽ സാർ, അത് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിന് ഒരു വലിയ റിവാർഡാണത്. ഓൺ ഫീൽഡ് അത് വന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഓൺ ഫീൽഡ് ഒരു ജോലിയാകുമ്പോൾ അത് ചെയ്തല്ലേ പറ്റൂ. സോ വേറെ ഓപ്ഷനില്ല, അതൊരു റിവാർഡാണ്. ഞാനത് സമ്പാദിക്കുന്ന ഒരു വഴിയാണ്, ഒരു മാർഗം. അതെ, അങ്ങനെയും പറയാം. പലരും പറയാറുണ്ട് അഡ്വർടൈസ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പെർഫോമൻസിനെ ബാധിക്കുമെന്ന്. സച്ചിൻ പിന്നെ ധോണി, അതിനുശേഷം കൂടുതൽ ആഡുകളിൽ വരുന്നത് താങ്കളാണ്. സർ, അത് അഗെയിൻ ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്ത ഒന്നാണത്. എത്ര സമയം മാറ്റിവെക്കുന്നു അതനുസരിച്ചാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഈവൻ്റ് എനിക്ക് പ്രയോറിറ്റി അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ പ്രയോറിറ്റി ട്രെയിനിങ് ആണെങ്കിൽ ഞാൻ ഓബിയസ്ലി ഈവൻ്റ് ക്യാൻസൽ ചെയ്തിട്ട് ട്രെയിനിങ് ചെയ്യും.
ഇതൊക്കെ വെറും ലേമിംഗ് റീസൺ എന്ന് വേണം പറയാൻ. നമുക്ക് 4 ആഡ്സ് വന്നു, നമ്മൾ അടുത്ത സീസണിൽ ശരിക്കും പെർഫോം ചെയ്തില്ല എന്ന് വെച്ചോളൂ. എല്ലാവരും ഈ റീസണേ പറയൂ, ഒരുപാട് കാശുണ്ടാക്കിയെന്ന്. പക്ഷേ നമുക്ക് ഒരുപാട് ആഡ്സ് കിട്ടുന്നത് തന്നെ ക്രിക്കറ്റ് പെർഫോമൻസ് എന്നാണ് സർ. അത് റിയലൈസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അത് മാത്രമേ ഞാനത് സമ്മതിക്കുകയും ചെയ്യുന്നു. സമയമെടുക്കും, പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രിയോറിറ്റി മുഴുവനും ക്രിക്കറ്റ് മാത്രമാണ് സർ. ജനങ്ങളോട് താങ്കൾക്ക് ഈ ഒരു സത്യമെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് താങ്കളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ക്രിക്കറ്റ് ആയിരിക്കും. ഒരുപക്ഷെ അഡ്വർടൈസ്മെന്റ് കാരണം താങ്കളുടെ പേഴ്സണൽ ക്രിക്കറ്റിൽ ബാധിപ്പ് വരികയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരും. അതെ സർ, ക്രിക്കറ്റിന് എന്തെങ്കിലും ബാധിപ്പുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായും വിടും. സർ, എന്റെ ചോദ്യം ഇതാണ്, താങ്കൾ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഏത് റോളായിരിക്കും ചെയ്യുക? ആസ് എ ക്രിക്കറ്റർ അല്ലെങ്കിൽ വല്ല റൊമാൻസ് റോളോ ആയിരിക്കുമോ? ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് ആരാ പറഞ്ഞത്? ഇല്ല, ന്യൂസിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നിങ്ങൾ സർ. തെറ്റായ ന്യൂസുകളൊന്നും കൂടുതൽ കേൾക്കണ്ട.